ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ AS1 ഡിസ്ക്ലോഷറിൻ്റെ പാർട്ട് 2 വീഡിയോ ആണത്. സോ പാർട്ട് 1 വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടിട്ട് വേണം കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ആണ്. അതായത് ഗോയിങ് കൺസേൺ, കൺസിസ്റ്റൻസി, അക്രൂവൽ. നമ്മൾ എന്നിട്ട് പറഞ്ഞു ഈ അസംഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണ്ട, ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്ന് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. സോ നെക്സ്റ്റ്, നീഡ് ഫോർ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ്. ഇത് എന്തിനാണ് പല പല അക്കൗണ്ടിങ് പോളിസീസ് ഉള്ളതെന്ന്. എന്തിനാണ്? ബിക്കോസ് ബിസിനസ് ആർ ഡിഫറെൻറ്റ്, ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആർ അലൗഡ്. അതായത് പല പല ബിസിനസ് ഉണ്ട്, അതിൻ്റെ നേച്ചർ മാറും, പല ഇൻഡസ്ട്രീസാണ്, അങ്ങനെ പല സൈസിലുള്ള ബിസിനസ്സുകളാണ്. അപ്പം അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസ് എന്തായാലും ആവശ്യമാണ്. ഒരെണ്ണം കൊണ്ട് ശരിയാക്കത്തില്ല. പല ടൈപ്പ് ഓഫ് ബിസിനസ്സിന് പല രീതിയിലുള്ള അക്കൗണ്ടിങ് ആണ്. സോ പിന്നെന്താണ്, അവരുടെ മാനേജ്മെൻറ്റാണ് ഈ അക്കൗണ്ടിങ് പോളിസീസൊക്കെ തീരുമാനിക്കുന്നത്. അക്കൗണ്ടിങ് പോളിസീസിൻ്റെ തീരുമാനമൊക്കെ എടുക്കുന്നത് ആ കമ്പനിയുടെ മാനേജ്മെൻറ്റാണ്. അതനുസരിച്ചാണ് അക്കൗണ്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ 2 പോയിൻ്റാണ് ഇതിനകത്ത് വരുന്നത്, ഈ നീഡ് ഫോർ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസിൽ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏരിയാസ് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ്. അതായത് കുറച്ച് എക്സാമ്പിൾസ് ആട്ടോ ഇതിനകത്ത് പറയുന്നത്. അക്കൗണ്ടിങ് പോളിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, കമ്പനി ചൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇപ്പം ദാണ്ടെ ഈ എക്സാമ്പിൾ തന്നെ നോക്കിക്കോ. അക്കൗണ്ടിങ് ഫോർ PPE, അതായത് പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റ്. അതിൻ്റെ അക്കൗണ്ടിങ്ങിന് ഒരു കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാം? കോസ്റ്റ് മോഡലിലും വാല്യൂ ചെയ്യാം, റീവാലുവേഷൻ മോഡലിലും അത് അക്കൗണ്ട് ചെയ്യാം. അത് അവരുടെ ആ ഒരു കമ്പനിയുടെ ചോയ്സാണ്, ഇതിലേതെങ്കിലും ചൂസ് ചെയ്യാം എന്നുള്ളത്. അതാണ് ആ ഒരു അക്കൗണ്ടിങ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ, അത് വേണ്ട ക്യാപിറ്റലൈസും ചെയ്യാം, അത് എക്സ്പെൻസായിട്ട് ഇതാക്കുകയും ചെയ്യാം. ക്യാപിറ്റലൈസ് അതായത് ആഡ് ടു അസറ്റ് വേഴ്സസ് എക്സ്പെൻസ് ഇമ്മീഡിയറ്റ്ലി. പിന്നെന്താണ് വേണ്ട? വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ. ഫിഫോയും ഉണ്ട്, വെയ്റ്റഡ് ആവറേജും ഉണ്ട്. പിന്നെന്താ? വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് കോസ്റ്റിലോ മാർക്കറ്റ് വാല്യൂയിലോ വാല്യൂ ചെയ്യാം. അങ്ങനെ ഇതാണ് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കുക. ഇതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഏതൊക്കെ ഏരിയാസ് ആണ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾസാണ് ഇത്. അതുകൊണ്ട് ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? ദീസ് ആർ സം ഏരിയാസ് വെയർ കമ്പനീസ് ഹാവ് എ ചോയ്സ് ആൻഡ് ദെയർ ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് പോളിസി. ഇപ്പോൾ അക്കൗണ്ടിങ് പോളിസി എന്തോന്നുള്ളൊരു നല്ലൊരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോവാം. പ്രൈമറി കൺസിഡറേഷൻ ഫോർ ദ നീഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പോളിസി. എന്തിനാണ് മീൻസ് പ്രൈമറി കൺസിഡറേഷൻ. പ്രൈമറി കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നോക്കിയാൽ മതി. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ബാലൻസ് ഷീറ്റ് ആൻഡ് P&L അക്കൗണ്ട് പ്രിപ്പയർഡ് യൂസിങ് ദാറ്റ് പോളിസി ഷുഡ് ഷോ എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ കമ്പനീസ് പൊസിഷൻ. അതായത് ഒരു ട്രൂ ആയിട്ടൊരു ഹോണസ്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണം അവിടെ, ഒരു പിക്ചർ ഹോണസ്റ്റ് ആയിട്ടൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം അവർ പ്രിപ്പയർ ചെയ്യാൻ. അത് ബാലൻസ് ഷീറ്റ് ട്രൂ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആയിരിക്കണം കാണിക്കേണ്ടത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായ P&L അക്കൗണ്ടിൽ എന്താണ്? ട്രൂ ആയിട്ടുള്ള പ്രോഫിറ്റ് വേണം കാണിക്കേണ്ടത്. എന്നാലേ അത് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അവർക്കൊരു റിലയബിൾ ആയിട്ടൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇൻവെസ്റ്റേഴ്സിന്, അതായത് ഇത് വായിക്കണ യൂസേഴ്സിന്. നെക്സ്റ്റ്, മേജർ കൺസിഡറേഷൻ. സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, മേജർ കൺസിഡറേഷൻ. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് പ്രൂഡൻസ്. പ്രൂഡൻസ് മീൻസ് അക്കൗണ്ടിങ് ഷുഡ് ബി കൺസർവേറ്റീവ്. ഈ പ്രൂഡൻസിനെ നമ്മൾ കൺസർവേറ്റിസം എന്നും പറയാറുണ്ട്. സോ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ഓൾ എക്സ്പെക്റ്റഡ് ലോസസ് ബട്ട് റെക്കഗ്നൈസ് പ്രോഫിറ്റ് വെൻ ദേ ആർ റിയലൈസ്ഡ്. അതായത്
പ്രോഫിറ്റൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, അതായത് ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. അല്ലാണ്ടേ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓൺലി വെൻ ഇറ്റ് റിയലി ഇൻ യുവർ ഹാൻഡ്, അതായത് ലീഗലി കൺഫേം ആകുമ്പോഴേ പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യാവും. ലോസ് പക്ഷെ അങ്ങനല്ല, അത് ഹാപ്പൻ ചെയ്യുമ്പം നമുക്ക് റെക്കോർഡ് ചെയ്യാം. അസ്യൂം ഇറ്റ് വിൽ ഹാപ്പൻ ആൻഡ് പ്രിപ്പയർ ഫോർ ഇറ്റ്. പ്രോഫിറ്റ് അത് ലീഗലി കൺഫേം ആകുമ്പോഴും ലോസ് അത് ഹാപ്പൻ ചെയ്യുമ്പോഴുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് പ്രൂഡൻസ് പറയുന്നത്. പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സബ്സ്റ്റൻസ് ഓവർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്റ്റൻസ് ഓവർ ഫോം ഇറ്റ് മീൻസ് ദാറ്റ് in accounting we should record things as they really are, അതായത് സബ്സ്റ്റൻസ്, നോട്ട് ജസ്റ്റ് ഹൗ ദേ ലുക്ക് ലീഗലി. അതായത് ട്രാൻസാക്ഷൻ്റെ ബാക്കിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ ബാക്കിലുള്ള റിയാലിറ്റിക്ക് വേണം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനെങ്കിൽ, ഇപ്പം ഹയർ പർച്ചേസ് കേട്ടിട്ടില്ലേ? അപ്പോൾ ഹയർ പർച്ചേസിൻ്റെ ഒരു പ്രത്യേകത എന്താ? ആ ഹയർ പർച്ചേസ് ചെയ്ത ആൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോഴേ പുള്ളി ഓണർ ആവത്തുള്ളൂ ആ പർച്ചേസ് ചെയ്ത അസറ്റിൻ്റെ. പക്ഷേ ഹയർ പർച്ചേസിനകത്ത് അസറ്റ് നമ്മൾ ആരുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യും? ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഈ സബ്സ്റ്റൻസ് ഓവർ ഫോം ഉള്ളതുകൊണ്ടാണ്. ഹയർ പർച്ചേസ് നടക്കുമ്പോൾ തന്നെ ആ അസറ്റ് പർച്ചേസ് ചെയ്ത ആളുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ആക്ച്വലി അയാൾ ഓണറാണോ? അല്ല. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആകുമ്പോഴേ അയാൾ ഓണർ ആവത്തുള്ളൂ. പക്ഷേ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. എന്ന് വെച്ചാൽ റിയലി പുള്ളിയാണ് ഓണർ ഇൻ സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയും. ഇൻ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഇൻ റിയൽ പുള്ളിയാണ് ഓണർ. അതാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മെറ്റീരിയാലിറ്റി. നോട്ട് എവറിത്തിങ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ഇൻ അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, record and disclose only those items which are big or important enough to affect the decisions of people using financial statement. അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യത്തുള്ളൂ. മെറ്റീരിയൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അത് ഡിസിഷൻസ് ഓഫ് പീപ്പിൾ യൂസിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതിനെ റിലേ ചെയ്യുന്ന ആൾക്കാരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ആ ഒരു പർട്ടിക്കുലർ കാര്യം അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഭയങ്കര ഒരു 50 കോടിക്കണക്കിന് ഇതുള്ള ഒരു കമ്പനി ഒരു ഡസ്റ്റ് ബിൻ മേടിച്ച് 1000 രൂപയ്ക്ക്. അതൊരു മെറ്റീരിയൽ സംഭവമാണോ? ഇവന്തോ അത് ആ കമ്പനിയുടെ അസറ്റ് ആയിരിക്കും, ആണ്. പക്ഷെ അതൊരു മെറ്റീരിയൽ സംഭവമല്ല. അത് ജസ്റ്റ് ഒരു എക്സ്പെൻസ് ആയിട്ടങ്ങ് കാണിക്കത്തതേ ഉള്ളൂ. പക്ഷെ ഒരു വലിയൊരു മെഷീനറി മേടിച്ചു, കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഇട്ടൊരു മെഷീനറി മേടിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു സംഭവം ആ ഡിസിഷൻ മേക്കിങ്ങിന്, ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ, അതായത് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ആ ഒരു പെർട്ടിക്കുലർ കാര്യം എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയാലിറ്റിയിൽ വരും. നെക്സ്റ്റ്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ഇതാണ് മെയിൻ ഏരിയ. നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടിങ് പോളിസീസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, വാട്ട് എവർ മെത്തേഡ് കമ്പനി യൂസ് ഷുഡ് ബി മെൻഷൻഡ് ക്ലിയർലി ഇൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്തൊക്കെ മെത്തേഡാണെങ്കിലും, ഇപ്പോൾ ഇൻവെൻട്രി വാല്യൂ ചെയ്യാൻ ഏത് മെത്തേഡാണ്, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തത് എന്ത് മെത്തേഡാണെന്ന് എന്തൊക്കെ ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോഷർ ഷുഡ് ബി പാർട്ട് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഡിസ്ക്ലോഷർ ചെയ്യണമെന്ന് നമ്മളിങ്ങനെ പറഞ്ഞ്, അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം. അത് വേറൊരു റിപ്പോർട്ടായിട്ടൊന്നും അത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. യൂഷ്വലി നമ്മളത് നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്നാണ് നമ്മൾ ഈ ഡിസ്ക്ലോഷറിനെ പറയാറുള്ളത്. അപ്പം അതങ്ങനെ. നെക്സ്റ്റ്, ബെറ്റർ ടു ഡിസ്ക്ലോസ് ഓൾ പോളിസീസ് ഇൻ വൺ പ്ലേസ്. അതായത് അവിടെ ഇവിടെയും കൊണ്ടൊന്നും എഴുതാതെ ഒരു പർട്ടിക്കുലർ പ്ലേസ്, ഒരു സെക്ഷനായിട്ട്, ഒരു പാരഗ്രാഫ് പോലെ അല്ലെങ്കിൽ പോയിൻറ്റ്സ് പോലെ അത് വൃത്തിയായിട്ടത് ഡിസ്ക്ലോസ് ചെയ്യുക. അത് വായിക്കുന്നവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷനൊന്നും വരുമല്ലോ. പിന്നെ എനി ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വരികയാണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ്,
ഇഫ് ദ ചേഞ്ച് ഹാസ് എ ബിഗ് മെറ്റീരിയൽ എഫക്റ്റ് ഡിസ്ക്ലോസ് ദ ഇമ്പാക്റ്റ് ഓൾസോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുകയാണ് ആ ഒരു പർട്ടിക്കുലർ കാര്യമെങ്കിൽ അത് മെറ്റീരിയൽ തിങ്സ് ആണ്, അത് എന്ത് വേണം, ഡിസ്ക്ലോസ് ചെയ്യണം. If the company cannot calculate exactly how much effect the change in policy has, it should simply say that the amount cannot be worked out. Example പറയാം, company changes stock valuation method, cannot find exact effect, mention impact not ascertainable. ഇപ്പം അക്കൗണ്ടിങ് പോളിസി മാറ്റി ചേഞ്ച് ചെയ്ത് പക്ഷെ നമുക്ക് ആ ഒരു വാല്യൂ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് ഇമ്പാക്റ്റ് കനോട്ട് ബി അസർട്ടൈനബിൾ എന്ന് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഇഫ് ദ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ഡസൻറ്റ് അഫക്റ്റ് ദിസ് ഇയർ മച്ച് ബട്ട് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു അഫക്റ്റ് ദ ഫ്യൂച്ചർ ഇയേഴ്സ്, ദ കമ്പനി ഷുഡ് സ്റ്റിൽ ഡിസ്ക്ലോസ് ദ ചേഞ്ച് റൈറ്റ് നൗ. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് ഈ കൊല്ലം മാറ്റി, ഈ കൊല്ലം അത് മാറ്റിയപ്പം ഈ വർഷത്തെ പ്രോഫിറ്റിൽ വലിയ കാര്യമായിട്ട് മാറ്റമൊന്നും വന്നില്ല. പക്ഷേ ഫ്യൂച്ചറിൽ അത് മാറ്റം വരും എന്നറിയാം. പക്ഷേ നമ്മളത് ഈ വർഷം എന്ത് മാറ്റി എന്നുള്ള കാര്യം ഈ വർഷം തന്നെ, ആ പോളിസി ചേഞ്ച് ആയ വർഷം തന്നെ എന്ത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്താണ്, ജസ്റ്റ് റൈറ്റിംഗ് ഡൗൺ ഡിസ്ക്ലോസിങ്, അതായത് ജസ്റ്റ് റൈറ്റിംഗ് ഡൗൺ ഓർ ഡിസ്ക്ലോസിങ് എ റോങ് തിങ് doesn't make it right. Company must account it correctly. അതായത് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് എഴുതി വെച്ചാലും തെറ്റായിട്ട് തന്നെ ഇരിക്കും. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പം അക്കൗണ്ടിങ്ങിൽ ചെയ്യരുതാത്ത ഒരു കാര്യം ചെയ്ത് അത് എഴുതിയും വെച്ച് അത് ഡിസ്ക്ലോസ് ചെയ്ത്, പക്ഷേ അത് റോങ് ആയിട്ടുള്ള കാര്യമാണ്, അത് റോങ് ആയിട്ട് തന്നെ ഇരിക്കും, അത് ശരിയാവത്തില്ല. അത് കമ്പനി അത് കറക്റ്റായിട്ട് തന്നെ അത് അക്കൗണ്ട് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്ക്ലോഷർ എന്ന ഈ AS1 ഡിസ്ക്ലോഷറിനകത്ത് നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് എല്ലാത്തിൻ്റെ ഒരു സമ്മറി ആയിരുന്നു ഈ 8 പോയിൻ്റ്. അപ്പോൾ ഈ പോയിൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും, അത് അടുത്ത വീഡിയോയ്ക്കകത്തായിരിക്കും. സോ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. പിന്നെ ഈ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഡ്രൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിടാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിനി അടുത്ത വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യും. സോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ, കമൻറ്റിൽ ഇട്ടാൽ മതി. നമ്മളത് കമൻറ്റിൽ പറയാൻ പറ്റുന്ന ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഡൗട്ടാണെങ്കിൽ അവിടെ തന്നെ പറഞ്ഞു തരും, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനിയും വീഡിയോസ് വരും ഇതിൻ്റെ പ്രോബ്ലംസ്, അപ്പോൾ ഒന്ന് സബ് ചെയ്തേക്കുക. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. സോ താങ്ക് യു.